മഹാരാജ, അങ്ങയുടെ കൽപ്പന പോലെ യുദ്ധക്കളത്തിൽ വിജയക്കൊടി നാട്ടി മഹാരാജൻ. അന്തഃപുരത്തിൽ ചവിട്ടുനാടകക്കാർ അരങ്ങ് തകർക്കുകയാണ്. ഞങ്ങളുടെ കണ്ണുകൾ ഉടക്കിയതാകട്ടെ അവർ പറയുന്ന കഥകൾക്കപ്പുറം മറ്റൊന്നിലും. അതിന്റെ പിന്നാമ്പുറം തേടിയായി പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര. ഈ പണ്ട് കാലത്ത് ചവിട്ടുനാടകം നടന്നിരുന്നത് 5 ദിവസം വരെ കളിച്ചു. 15 ദിവസമാണ് പഴയ കാലത്ത് ഞങ്ങളുടെ കാരണന്മാർ കളിച്ചിരുന്നത്. അത് ചവിട്ടുനാടകം ഉണ്ടെന്നറിയണത് കേളികൊട്ടിലൂടെയാണ്. അതായത് 6 മണിക്ക് ഒരു കേളി, ആ 6 മണിക്ക് കേളി കൊട്ടിയാൽ നാടകം ഉണ്ടെന്നറിയാം. അപ്പോൾ വീട്ടുകാർ നേരത്തെ കഞ്ഞിയും കറിയൊക്കെ റെഡിയാക്കി എല്ലാ കുടുംബക്കാരും 2ാമത്തെ കേളിക്ക് എല്ലാവരും എത്തും. 3ാമത്തെ കേളിക്ക് നാടകം തുടങ്ങും. അതാണ് കേളികൊട്ടിൻ്റെ സിസ്റ്റം. അത് 2 ദിവസമായി, പിന്നെ ഇപ്പോൾ 2 മണിക്കൂറായി. ഇപ്പം അത് ഞങ്ങൾ പള്ളികളിലൊക്കെ 1.5 മണിക്കൂറായി കളിച്ചുകൊണ്ടിരിക്കുക. കാരണം ഓഡിയൻസൊക്കെ ഇരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓഡിയൻസിനൊക്കെ 2 മണിക്കൂർ കൂടുതലൊന്നും കിട്ടൂല. അപ്പം അതിൻ്റേതായ രീതിയിൽ ഞങ്ങൾ നാടകം കുറച്ചു. പിന്നെ കലോത്സവത്തിൽ വന്നപ്പോൾ ഇത് 20 മിനിറ്റായി. ചവിട്ടുനാടകത്തിൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാലേ പഴയ കാലത്ത് ഫൗണ്ടേഷനൊന്നും ഇല്ല. ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഈ ടൈപ്പാണ് ഫൗണ്ടേഷൻ. മുമ്പ് ട്യൂബാണ്, നമ്മളെ പേസ്റ്റ് പോലത്തെ ട്യൂബ് എടുത്തിട്ട് ഫൗണ്ടേഷൻ ഇടും. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പൊടികളാണ്, മിക്സുകൾ പൊടികളും വെള്ളത്തിൽ ചാലിച്ചിട്ട് അടിക്കുകയാണ്. ഇപ്പം അത് മാറി. ഇപ്പം ഞങ്ങൾ ആ സിസ്റ്റം മാറ്റിയിട്ട് ഇപ്പോൾ ഫൗണ്ടേഷൻ ഇടുന്നത് ട്യൂബാണ്. ഈ ട്യൂബ് വെച്ചിട്ട് ഫൗണ്ടേഷൻ ഫിനിഷ് ചെയ്യും. കൺമഷിയല്ല ഇപ്പം പെൻസിലാണ്. പെൻസിലിൽ ബ്ലാക്ക് വരച്ച് കണ്ണെഴുതി എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ലിപ്പ് പഴയ കാലത്ത് ഒരു കട്ടയായിട്ട് വന്നിരുന്നതാണ് ലിപ്പ് അടിക്കുന്നത്. അതൊക്കെ സിസ്റ്റം മാറി. ഇപ്പം നല്ല ടൈപ്പ് ലിപ്പൊക്കെ ഒരുപാട് കമ്പനി ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ആ സിസ്റ്റത്തിലാണ് ലിപ്പ് വരക്കുന്നത്. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല കളറുണ്ട്. അത് ബ്രഷ് വെച്ചിട്ട് നമ്മൾ റെഡ് കളറാണെങ്കിലും അത് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് ഫിനിഷ് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ റെഡ് കളറായി. റെഡ് കളറ്. പിന്നെ അതിന് ഗോൾഡ് ഫിനിഷ് ചെയ്യണ പൊടിയുണ്ട്. ആ പൊടി ബ്രഷിൽ തന്നെ മുക്കി ഡിസൈൻ ചെയ്യും. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് ഫിനിഷ് അടിക്കുന്നത്. നമുക്കിപ്പോൾ മത്സരമാണല്ലോ, മത്സരത്തിൽ നല്ല ഫിനിഷിങ് കിട്ടണം, നല്ല ഡിസൈൻസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വാട്ടർ പ്രൂഫ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ അടിക്കുന്നത് വാട്ടർ പ്രൂഫിലാണ് നമ്മൾ അടിക്കുന്നത്. ഈ ചവിട്ടുനാടകത്തിൻ്റെ മേക്കപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകതയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പടയാളിയാണെങ്കിൽ ആ പടയാളിക്ക് ചെറുതായിട്ട് ചെറിയൊരു മീശ വെച്ചിട്ട് നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് കറക്റ്റ് ചെയ്യണം. അതുപോലെ രാജാവ്, വില്ലൻ രാജാവാണെങ്കിൽ ഇതേ മോഡല് താടി വെച്ച് മീശ വെച്ച് സിസ്റ്റത്തിൽ ചെയ്യും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ പുൽകാൻ, ഇപ്പോൾ എൻ്റെ സിസ്റ്റം പോലെ തന്നെ ഇതേപോലെ കറക്റ്റായിട്ട് പുൽകാൻ താടി വെക്കും. അതേപോലെ നായക രാജാവാണെങ്കിൽ ഇപ്പോൾ കാർസ്മാനാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ചെമ്പൻ താടി ഇതിൻ്റെ നിന്നും ഇങ്ങനെ വലിച്ചെടുക്കാം. അല്ല, ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ വലിച്ചെടുത്തിട്ടാണ് ഈ രീതിയിൽ കെട്ടിയെടുക്കുന്നത്. ഇത് ഗമ്മ വെച്ചിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മ സ്റ്റേജിൽ ലൈറ്റ് ഒക്കെ വരുമ്പോ നല്ലോണം എടുത്ത് തിളങ്ങി നിൽക്കുന്ന കോസ്റ്റ്യൂമാണ് യൂസ് ചെയ്യാറ്. ഇതില് റെഡ് വന്നത് മെയിൻ ആയിട്ട് കാർസ്മാൻ ആയിരിക്കുള്ളൂ. കാർസ്മാന്റെ രാജാവിനും കാർസ്മാന്റെ പടന്മാരിക്കും ആയിരിക്കുള്ളൂ റെഡ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് പച്ച ഡ്രസ് യൂസ് ചെയ്യണത് തുർക്കിക്കാണ്. തുർക്കി രാജാവിനും തുർക്കി പടന്മാരിക്കും നമ്മ പച്ച ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ക്ലിയോപാട്ര ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറിലും പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇത്തിരി അധികം ചെയ്യേണ്ടി വരും. കുറച്ച് പറയാൻ കാര്യങ്ങളുണ്ട് നമുക്ക്. ഇതിൻ്റെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ക്ലിയോപാട്രനെ അതേ രൂപം തന്നെ ആക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങയുടെ ആഗ്രഹം പോലെ വിരുന്നൊരുക്കുവാനായി നാം പുറപ്പെടുകയാണ് മഹാരാജൻ. അന്തഃപുരത്തിൽ
അന്തപൂരത്തിൽ ഇന്നൊരുത്സവമായി രാജൻ വന്നിടും വേളയിൽ അവിടെ